എല്ലാവരും കേട്ടാണ് ഈ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നുവെന്ന് വഴിക്കടവിൽ നിന്നും വന്ന കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്. എന്താ പേര്? എൻ്റെ പേര് ജോണി, ഇവിടെ പേര് ഷൈനി എന്നാണ്. ഷൈനി മോൾക്ക് ഈ അസുഖം ഇങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ്, ഞാൻ എവിടെയായിരുന്നപ്പോഴാണ് ഫോൺ ചെയ്തത്? ഹോസ്പിറ്റലിൽ. മോൾ എവിടെയായിരുന്നു? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഞാൻ എവിടെയായിരുന്നു? എറണാകുളത്താണ്. സാറ് എറണാകുളത്തായിരുന്നു. എന്നിട്ടോ സാറിനെ വിളിച്ചിട്ട് ഞാൻ സാറിനെ വിളിച്ചത്, എന്നിട്ട് ഞാൻ ഇവിടെ വരും പറഞ്ഞു. അപ്പോൾ സാറ് അവിടെ കൊടുത്ത് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞു. അന്നൊരു പ്രാവശ്യം കൂടെ കിട്ടിയുള്ളൂ. പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. സാറ് പിന്നെ അമേരിക്കയിലൊക്കെ പോയി, കുവൈത്തിലും പോയി. പിന്നെ സാറിന് വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അവിടെ പോയിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല. സാറ് വരാൻ വേണ്ടി കാത്തിരുന്നു. ഇന്നലെ ഞാൻ ബത്തേരി, കൂടുതൽ ദൂരെയാണ്, വഴിക്കട അടുത്താണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിലാണ് ഞാൻ വന്നത്. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്തെല്ലാം വ്യത്യാസം? ഡോക്ടർ പിന്നെ പനിയായിരുന്നു 3 മാസം. അത് കുറഞ്ഞു. പിന്നെ ബ്ലഡ് ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം തോറും അതും കൂടുതലായി. പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് എത്ര ഉണ്ടായിരുന്നു? അത് 4 ലക്ഷത്തി എത്ര ഇപ്പൊ അത് 13 ലക്ഷത്തിയായി. 13 ലക്ഷത്തിയായി. അതായത് 4 ലക്ഷം ആയിട്ട് പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നിന്നപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. പിന്നെ അത് 26 ലക്ഷമായിട്ട് വളർന്നു. ശരീരത്തിൽ വെളുത്തണുക്കളായിരുന്നു. ഓക്കെ. പിന്നെ WBCയുടെ കൗണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എത്രയായിരുന്നു? WBC അത് അറിയാവോ അച്ഛന്? അത് കൂടുതലായിരുന്നു. അത് കുറഞ്ഞില്ലേ? അത് കുറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബ്ലഡ് ക്യാൻസർ കുറയുക എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വളരെ കൂടുകയും WBCയുടെ കൗണ്ട് കുറയുകയും ചെയ്താൽ ബ്ലഡ് ക്യാൻസർ നോർമലാകും. ഇവൾക്ക് 4 ലക്ഷമായിരുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം 26 ലക്ഷമായി എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രകാരം. എല്ലാവരും കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും. ബോൺമാരോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. എന്നാത്? അത് പനി തുടങ്ങി ഇവിടെ ഇടക്കര ഗ്രേസിന്ന്. അത് ആ കോഴിക്കോട് എത്തിയപ്പോൾ അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. മോടെ പേര് മറന്നുപോയല്ലോ. ഷൈനി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു. എവിടെയാ ജോലി ചെയ്യുന്നേ? പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റല്. ഭർത്താവിൻ്റെ പേരെന്താ? ജോയി. അദ്ദേഹം എന്ന് വരാത്തെ? കുവൈറ്റിൽ ജോലി ചെയ്യണം. ഓക്കെ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചല്ലേ മോളെ.